ഈ വീട്ടില് എന്റെ അമ്മ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ ഞാൻ എത്ര ആഗ്രഹിച്ചതാണെന്നറിയോ? മോളുടെ ആഗ്രഹമൊക്കെ നല്ലതാ. അതിനേക്കാളും വലിയ ആഗ്രഹമായിരുന്നു എന്റെ മോളുടെ അടുത്ത് എനിക്കിങ്ങനെ നിൽക്കാൻ. പക്ഷേ അതൊന്നും ഇങ്ങനെയല്ലല്ലോ. ഇടിച്ചു കയറി വന്നതല്ലേ ഞാൻ ഈ വീട്ടിലേക്ക്. അതൊക്കെ ശരിയും. അങ്ങനത്തെ സാഹചര്യമൊക്കെ ജീവിതത്തിൽ വന്നു പോയി. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും ഞാനിവിടെ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. തിരികെ പോവും മോളെ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അതൊന്നും നടക്കില്ല. അമ്മ ഇനി ഇവിടുന്ന് പോവാൻ ഞാൻ സമ്മതിക്കില്ല. മോളെ ചെറുമേ, കേട്ടോ ഈ അമ്മ പറയുന്ന? എന്താ മോളെ ഏട്ടത്തി പറയുന്നേ? അമ്മ ഉടനെ പോവാണെന്ന്. അതെന്ത് തീരുമാനം? ഇത്രയൊക്കെ എത്തിച്ചിട്ട് ഇനി പോവാണെന്നോ? മോളെ ഇത്രയും ഉപദ്രവിച്ച് ആ സ്ത്രീയുടെയും അവരുടെ മകന്റെയും മരുമകളുടെയും മുന്നിലേക്ക് ഈ കുട്ടിയെ വിട്ടിട്ട് ഏട്ടത്തി എവിടെ പോവാ? അതിലും ഭേദം ഇങ്ങോട്ട് വരാതിരുന്നാ പോരായിരുന്നോ? ഇത്രയൊക്കെ എന്നെ വെറുക്കുന്ന ആളായിട്ടും എനിക്ക് പ്രതാപേട്ടനോട് ഒരു പകയോ വൈരാഗ്യവും ഇല്ല. അദ്ദേഹം എന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ. ഒരു കളങ്കവും ഇല്ലാത്ത ആളാ. പ്രതാപേട്ടന് ഒരു കളങ്കവും ഇല്ല എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷേ കളങ്കം മാത്രമുള്ള ഒരു സ്ത്രീയുടെ കയ്യിലെ കളിപ്പാവയല്ലേ ഈ പ്രതാപേട്ടൻ. യാമിനി, അതിനവര് പ്രതാപേട്ടനെ ട്രാപ്പിൽ പെടുത്തിയിരിക്കുന്നതല്ലേ. അങ്ങനെ പെട്ടുകിടക്കുന്ന എന്തിനാണെന്നാ ഞങ്ങളുടെ ചോദ്യം. അച്ഛനൊരു ജീനിയസ് അല്ലേ? മിനിസ്റ്റർ ആയിരുന്ന ആളല്ലേ? മനുഷ്യരുടെ സ്വഭാവങ്ങൾ തിരിച്ചറിയാവുന്ന മനുഷ്യനല്ലേ? എന്തിനാ ഇവരുടെ കയ്യിലെ കളിപ്പാവയായി മാറുന്നത്? അറ്റ്ലീസ്റ്റ് മറ്റുള്ളവർ പറയുന്നത് ഒന്ന് വിശ്വസിക്കാനെങ്കിലും തയ്യാറാവണ്ടേ? അതൊക്കെ എനിക്കറിയാം. എന്തൊക്കെ പറഞ്ഞാലും ആ മനുഷ്യൻ വേദനിക്കുന്നത് എനിക്ക് സഹിക്കാൻ വയ്യ. അമ്മ ജീവിതകാലം മുഴുവൻ കരഞ്ഞിട്ടും അത് കണ്ടിട്ട് അച്ഛനൊരു കനിവോ കാരുണ്യോ ഒന്നും തോന്നിയിട്ടില്ല. ഉണ്ടോ? തോന്നിയിട്ടുണ്ടോ? എന്നെ അത്രയ്ക്ക് അവള് അദ്ദേഹത്തിന് മുന്നിൽ വെറുപ്പിച്ചിട്ടുണ്ട് മോളെ. എന്നാ ആ വെറുപ്പിച്ചവളോടുള്ള ഒരു പകരം ചോദിക്കലായത്. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കണം. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന അമ്പയ്ക്കും മകനും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. അതവർക്ക് സഹിക്കാൻ പറ്റുമോ? പ്രതാപേട്ടൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിയണം. തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കണം. സ്നേഹിച്ച് കല്യാണം കഴിച്ചവളെ ഇത്രയും കാലം അവിശ്വസിച്ചതിന് പ്രതാപേട്ടൻ ഏട്ടത്തിയോട് മാപ്പ് പറയണം. ഇപ്പൊ തന്നെ അംബികയും മകനും വിറച്ചു നിൽക്കുക. അവരുടെ മത്സരമൊന്നും ഇനി ഈ വീട്ടിൽ ചെലവാവില്ല. ഈ വീടും ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സ്വത്തുകളും പത്മേടത്തിയുടെയാ. അതിന്റെ മുകളിൽ കയറി അംബിക അടയിരിക്കുക. അതുകൊണ്ട് പത്മേടത്തി പോവരുത്. ഇത് ഞങ്ങളുടെ അപേക്ഷയാ.